ദേവിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ ശ്രീ എന്നുള്ള ഒരു വിശേഷണ പദം ചേർക്കാറുണ്ട്. ദേവി താമസിക്കുന്ന സ്ഥലം ശ്രീപുരമാണ്. ശ്രീനഗരം എന്നും അതിനെ പറയും. ദേവിയുടെ ഉപാസനാക്രമത്തെ ശ്രീവിദ്യ എന്നാണ് നമ്മൾ പറയുന്നത്. ശ്രീ എന്നുള്ള വാക്കിന് പുരുഷാർത്ഥം എന്നൊരർത്ഥം ഉണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള ചതുർവിധ പുരുഷാർത്ഥങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് ഏറ്റവും പരമപ്രധാനം മോക്ഷമായതുകൊണ്ട് അതിനെ മോക്ഷദായിനിയായ ദേവി അതിനെ നൽകുന്നത് കൊണ്ടാണ് ഈ ശ്രീ എന്നുള്ള വാക്ക് ശ്രീമാത എന്നും ശ്രീ ലളിതാ സഹസ്രനാമം എന്നും ശ്രീവിദ്യ എന്നും ശ്രീപുരം എന്നും ശ്രീനഗരം എന്നൊക്കെ വിശേഷണമായിട്ട് നമ്മൾ ചേർക്കുന്നത്. മോക്ഷദായിനി ആയതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും ശങ്കരാചാര്യരും മുതലായ മഹാമതികളായ ആൾക്കാരൊക്കെ ദേവിയെ തൻ്റെ അമ്മയായിട്ട് കണ്ടുകൊണ്ട് ആരാധിച്ചത്. സാധാരണ ജനങ്ങൾ തൻ്റെ ദുഃഖം പങ്കുവയ്ക്കാനാണ് ഒരു അമ്മയെ സമീപിക്കുന്നത്. ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം എന്നുള്ള ഒരു സ്തുതിയിൽ ശങ്കരാചാര്യർ ഇങ്ങനെ പറയുന്നു: ആപത്സു മഗ്നസ്മരണം ത്വദീയം കരോമി ദുർഗേ കരുണാർണവേശി നൈതക്ഷഠത്വം മമഭാവയേഥാഹ ക്ഷുധാതൃഷാർത്ഥ ജനനീം സ്മരന്തി. ദേവി, ഞാൻ ഇതിനു മുമ്പ് അമ്മയെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ദുഃഖത്തിൽ മുങ്ങുമ്പോഴാണ് അമ്മയെ ഞാൻ സ്മരിക്കുന്നത്. ഇത് എൻ്റെ ഒരു തെറ്റായിട്ട് കാണരുത്. ഒരു ചെറിയ കുഞ്ഞിന് ഇതല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും ദുഃഖം വരുമ്പോഴല്ലേ അമ്മയെ വിളിക്കുള്ളൂ. വിശപ്പും ദാഹവും വരുമ്പോഴല്ലേ അമ്മയെ വിളിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ചെയ്ത പ്രവൃത്തി ഒരു തെറ്റായിട്ട് കാണരുത്. മത്സമ പാതകീ നാസ്തി പാപഗ്നി തത്സമാനഹി ഏവം ജ്ഞാത്വ മഹാദേവി യഥായോഗ്യം തഥാ ഗുരു. എന്നെപ്പോലെ ഒരു പാതകൻ ഉണ്ടാവാൻ വഴിയില്ല. അമ്മയെപ്പോലെ ഒരു പാവനി ഉണ്ടാവാനും സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി എങ്ങനെയാണോ വേണ്ടത് അതുപോലെ അമ്മ ചെയ്താലും എന്ന് ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നു. ദേവിയെ സ്തുതിക്കുവാൻ മന്ത്രതന്ത്ര സാധനങ്ങളൊക്കെ വേണമെന്നില്ല. ഒരുപാട് ഡൊണേഷനൊക്കെ കൊടുക്കണം എന്നൊന്നുമില്ല. ജപം ചെയ്യണം, ധ്യാനം ചെയ്യണം, ആഗമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. നിഷ്കളങ്കമായ സ്നേഹമാണ് അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ നിർമ്മലത കണ്ടിട്ടാണ് അമ്മയ്ക്ക് പ്രസന്നത ഉണ്ടാകുന്നത്. അമ്മയാണ് ഈ ജഗത്തിന് കാരണം. വലിയ വലിയ വൃക്ഷങ്ങളെ നമ്മൾ കാണാറുണ്ട്, അതിൻ്റെ ബീജത്തെ നമ്മൾ കാണാറില്ല. ഒരു കടുകുമണി പോലത്തെ ചെറിയ ബീജമാണ് ആൽവൃക്ഷത്തിനുള്ളത്. അത് പിന്നീട് വളർന്ന് പന്തലിച്ച് വേരായിട്ടും മരമായിട്ടും ശാഖകളായിട്ടും ഇലകളായിട്ടും പഴങ്ങളായിട്ടും പൂവായിട്ടുമൊക്കെ വികസിക്കുന്നു. ഇതിൻ്റെ ഓരോന്നിനെയും എടുത്തു നോക്കിയാൽ അത് ഒന്നിനോടൊന്ന് സാദൃശ്യമുള്ളതല്ല. ഇല പോലെയല്ല പഴം, തടി അതുപോലെയല്ല. പക്ഷേ ഇതിനൊക്കെ ആധാര വസ്തു അതിൻ്റെ ബീജമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇതിൻ്റെ ആധാരശക്തി അമ്മയാണ് എന്ന് മനസ്സിലാക്കണം. സ്വർണം കൊണ്ട് നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. കൈവള പോലെയല്ല ചെവിയിലിടുന്ന കമ്മൽ. പക്ഷേ അതിൻ്റെ ആധാര വസ്തു സ്വർണം എന്ന പോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണി ദേവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദേവിയാണ് നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ മനസ്സിൽ ചിത്ശക്തിയായിട്ട് കുടികൊള്ളുന്നത്. ദേവിയാണ് ഈ ജഗത്തിൻ്റെ കാരണഭൂതയായിട്ടുള്ളവൾ. ദേവി ജഗത്കാരണിയാണ്. അതുകൊണ്ട് ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ ദേവിയോടാണ് നമ്മുടെ വികാരങ്ങൾ പങ്കുവെക്കേണ്ടത്. സന്തോഷത്തിലും സങ്കടത്തിലും ദേവിയെ സ്മരിക്കുക. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ. ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മയുടെ ചരണയുഗളങ്ങളെ സ്മരിക്കുകയാണ് വേണ്ടത്. എല്ലാ ദേവീദേവന്മാരും ദേവിയുടെ അധീനത്തിലാണ്. അതുകൊണ്ട് ദേവി കൽപ്പിച്ചാൽ അവരെല്ലാം ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും അമ്പയുടെ ചരണകമലങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്.